മുതഅല്ലിമീങ്ങൾ പണ്ടത്തെ മുതഅല്ലിമീങ്ങളെ പോലെയല്ല. അവർക്ക് ഇപ്പോൾ ഒരുപാട് എൻഗേജ്മെൻറ്റ്സാണ്. ഈ മൾട്ടിമീഡിയ ഫോണ് അതിൽ നോക്കാനും തോണ്ടാനും തന്നെ എത്ര സമയം വേണം. ഞങ്ങളൊക്കെ ഓതിപ്പടിച്ചിരുന്ന കാലത്ത് പിന്നെ അങ്ങനത്തെ ഒരു ശുഗലില്ലാത്തത് കൊണ്ട് സുബഹിൻ്റെ മുമ്പ് അങ്ങോട്ട് എണീറ്റാൽ 12 മണി വരെയോ 1 മണി വരെയോ 2 മണി വരെയോ ഒക്കെ ഈ കിതാബ് ഓതുക എന്നല്ലാത്ത ഒരു ശുഗലും ഉണ്ടായില്ലായിരുന്നു. എന്ന് മാത്രവുമല്ല, അന്ന് മഹലിൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ മദ്രസ നടത്തേണ്ട ഉത്തരവാദിത്തോ കൂടുതലുണ്ടായിരുന്നില്ല. അന്ന് സംഘടനാ പ്രവർത്തനം നല്ലതുപോലെ ഉണ്ടായിരുന്നു, SSFൻ്റെയും SYSൻ്റെയും ഒക്കെ. പക്ഷേ അന്ന് മീറ്റിങ്ങുകളും മറ്റുമൊക്കെ ദർസിലുള്ള മുതഅല്ലിമീങ്ങൾക്ക് അത് മുടങ്ങാത്ത രീതിയിൽ ക്രമീകരിക്കുമായിരുന്നു. ഞാനിത് പ്രത്യേകം പറയേണ്ടതിൻ്റെ ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മുടെ മുതഅല്ലിമീങ്ങളെ രണ്ടായി വേറിരിക്കാൻ പറ്റും. ചില കുട്ടികൾ ഞാൻ ഓതാൻ പോവുകയാണ്, എനിക്ക് സംഘടനാ പ്രവർത്തനമൊന്നും തീരെ പറ്റൂല, എൻ്റെ ഉസ്താദും സംഘടനാ പ്രവർത്തനത്തിൻ്റെ ശൈലിക്കാരനല്ല എന്ന് പറഞ്ഞ് സംഘടനാ പ്രവർത്തനത്തെ നിരുത്സാഹപ്പെടുത്തുന്നവരുണ്ട്. അതേസമയം മറുഭാഗത്ത് കുറേ കുട്ടികൾ സംഘടനാ പ്രവർത്തനം മാത്രം, കിതാബ് ഓതുതന്നെ വേണ്ട. ഞാൻ ഈ 2 രീതിയും ശരിയല്ല എന്ന് ഉറപ്പിച്ചു പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. നമ്മുടെ ഈ സംഘടനാ സംവിധാനം ഉണ്ടായതുകൊണ്ടല്ലേ അതിന് നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട മർഹൂം താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, നൂറുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാന്മാരൊക്കെ നേതൃത്വം നൽകിയത് കൊണ്ടല്ലേ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ, റഈസുൽ ഉലമ, അതുപോലെ ബദ്റുസ്സാദാത്ത് തവ്വലല്ലാഹു അഅ്മാറഹും, അവരൊക്കെ ഈ രീതിയിൽ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് കൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് സുന്നികളാണ് എന്ന് പറഞ്ഞ് ഇവിടെ വളരെ സന്തോഷത്തോടു കൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അവരൊക്കെ ഈ പറഞ്ഞതുപോലെ ഞങ്ങളെ ദർസ് മുടങ്ങും, ഞങ്ങളുടെ ഹദ്ദാദ് മുടങ്ങും, അല്ലെങ്കിൽ റവാത്തിബ് സുന്നത്ത് കൃത്യമായി നിസ്കരിക്കാൻ പറ്റാതെ മീറ്റിങ്ങിന് ഓടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ആലിമീങ്ങളും റവാത്തിബ് സുന്നത്ത് ഒഴിവാക്കണില്ല, ഹദ്ദാദ് റാത്തീബ് ഒഴിവാക്കണില്ല. പക്ഷേ യാത്രയിൽ കാറിൽ ഇരുന്നിട്ടോ യാത്രയിലൊക്കെ ആയിരിക്കും ഹദ്ദാദ് ചെല്ലൽ. വിത്ർ നിസ്കരിക്കാൻ ഒരു പക്ഷേ ഇശായിൻ്റെ സുന്നത്ത് നിസ്കരിച്ച ഉടനെ കഴിയണമെന്നില്ല, അത് പിന്നീട് തഹജ്ജുദിന് എണീക്കുമ്പോഴായിരിക്കും വിത്ർ നിസ്കരിക്കുക. ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും എന്നല്ലാതെ വിത്ർ വേണ്ട, സുന്നത്ത് നിസ്കാരം വേണ്ട, ഫർള് തന്നെ ജമാഅത്തില്ലാതെ തട്ടിക്കൂട്ടി ബാക്കി ഓടിയാൽ മതി എന്നല്ല നമ്മുടെ ഉലമാവുകാരും പഠിപ്പിക്കുന്നത്. അപ്പം ഇവരൊക്കെ സംഘടനാപരമായി പ്രവർത്തിച്ചപ്പോൾ തന്നെ നല്ല നിലക്ക് ദർസ് നടത്തി, നല്ല നിലക്ക് വഴല് പറഞ്ഞ്, നല്ല നിലക്ക് സംഘടനാ പ്രവർത്തനം നടത്തി. അതുകൊണ്ടല്ലേ ഇന്ന് ഈ ഇസ്സത്ത് നമുക്ക് വന്നു ചേർന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, തീരെ സംഘടനാ പ്രവർത്തനം പാടില്ല എന്നുള്ള ധാരണക്കാരുണ്ടെങ്കിൽ അത് ദർസിന് ദോഷം ചെയ്യും, ഇൽമിന് അപകടം ചെയ്യും എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അത് ശരിയല്ല. അതേസമയം സംഘടനാ പ്രവർത്തനം മാത്രം മതി, എന്നിട്ട് കേവലം ഒരു ജാഹിലായാൽ മതി, വേഷവും പേരും മാത്രം ആലിമിൻ്റെതായാൽ മതി എന്ന് പറയുന്നോലോ, അത് വലിയ അപകടം തന്നെയാണ്. അതുകൊണ്ടൊന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് നന്നായി പഠിക്കേണ്ട വിഷയങ്ങൾ നന്നായി പഠിക്കണം. ആ പഠിച്ച വിഷയങ്ങളൊക്കെ അമൽ ചെയ്യേണ്ടത് മുഴുവൻ നന്നായി അമൽ ചെയ്യണം. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിലൊക്കെ ഇടപെട്ടുകൊണ്ട് ആളുകളെ ഹിദായത്താക്കി സുന്നത്തിയമായത്തിൻ്റെ പ്രവർത്തകരാക്കി മാറ്റി, അങ്ങനെ സംഘടനാ പ്രവർത്തനവും നമ്മുടെ പഠനവും നമ്മളെ പഠിപ്പിക്കലും എല്ലാം ഒരേപോലെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് ഞാൻ മുതഅല്ലിമീങ്ങളോട് പറയുകയാണ്. മീറ്റിങ്ങുകളും മറ്റുമൊക്കെ എന്നും മീറ്റിംഗ് ആയാൽ പറ്റൂല. ആ മീറ്റിങ്ങുകൾക്കൊക്കെ ഒരു വ്യവസ്ഥ വെക്കണം. ദർസ് മുടങ്ങാത്ത മാതിരി തന്നെ സ്കൂളും മുടങ്ങാത്ത മാതിരി സമയം കിട്ടുമല്ലോ. പ്ലാനിങ് കമ്മീഷൻ എന്ന് പറയുന്നത് എല്ലാ സംഘടനക്കും ആവശ്യമുള്ളതാണ്. അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് ദർസ് മുടങ്ങാത്ത രീതിയിൽ സംഘടനയുടെ മീറ്റിങ്ങുകളും അജണ്ടകളും നടപ്പാക്കണം. സംഘടനാ പ്രവർത്തനത്തിന് തടസ്സമാകാത്ത രീതിയിൽ മുതഅല്ലിമീങ്ങളും ഉസ്താദുമാരും അവരുടെ ദർസുകളും കാര്യങ്ങളും ഒക്കെ ക്രമീകരിക്കണം. ആ രീതിയിൽ മുന്നോട്ട് പോയാൽ
തീർച്ചയായിട്ടും വലിയ വിജയം വരും.